ഹലോ കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. അപ്പം ബീച്ചിലെത്തി ആദ്യം ഞങ്ങൾ എന്താ കാണുന്നത് സൺസെറ്റാണ്. അപ്പം സൺസെറ്റ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ അതിന് മുമ്പേ അവിടെ എല്ലാം കറങ്ങി കായൽ തീരത്തും ഹാർബറിലും ഒക്കെ കറങ്ങിയിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. സൺസെറ്റ് കണ്ടോ നിങ്ങൾ? ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരുപാട് വർഷമായി ഞങ്ങൾ ഈ സൈഡിലൊക്കെ വന്നിട്ട്, ഇങ്ങോട്ടെങ്ങും വന്നിട്ട്. അപ്പം ഇവിടെ റിയലി ഞാൻ ഇങ്ങോട്ട് ഈ എൻഡ് വരെ ഇതുവരെയും വന്നിട്ടില്ല. അവിടെയൊക്കെ വന്ന് അങ്ങനെ പോവും, പിന്നെ ബീച്ചിൽ പോയിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. കാരണം വളരെ മനോഹരമാണ് നമുക്ക് ഇവിടെ നിന്ന്. അപ്പൊ സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ കയറി നിന്ന് സൺസെറ്റ് കാണുവാണ് കേട്ടോ. പൊതുവെ സാറിന് ഭയങ്കര തിരക്കുള്ള സമയമാണ്. ഇന്നിപ്പോ നേരത്തെ വന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും തിരക്കില്ലാതെ വന്നത്. ചെറിയ ഭയങ്കര തിരക്കായി പോവാനും മുന്നേ വന്നിട്ട് പോവാണ്. പിന്നെ സൺസെറ്റ് നമ്മുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് നോക്കൂ. ഇത്രയും നാച്ചുറൽ ആയിട്ട് കാണാൻ പറ്റുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമേ ഉള്ളതെന്നല്ല, നമ്മുടെ പരിസരത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മളെ കാണുന്നത് ഇവിടെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം അത്ര മനോഹരമായിട്ടാണ്, മനോഹരമായ ഒരു സ്ഥലമാണ് ഇത്. കാരണം ഇങ്ങോട്ടൊക്കെ നോക്കൂ, എന്ത് രസമാണെന്ന് അറിയാവോ. എല്ലാം കൊണ്ടും വളരെ മനോഹരമായ. പിന്നെ ഫിഷിങ് നല്ലതായിട്ട് നടക്കുന്നു. ബോട്ടുകളൊക്കെ പോകുന്നതൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ പോയിട്ട് ഇനി പറ്റി രാവിലെ വരുന്നുണ്ട്. രാവിലെ തീറ്റമണി മീനെ കിട്ടി പടാകുന്ന മതി. സാറില്ല, അത് മതി, കുഴപ്പമില്ല. അങ്ങോട്ട് പിടിച്ചു പോകുന്നത് അങ്ങോട്ടൊക്കെ നോക്കി എത്ര രസമാണെന്ന് നോക്കാം. അങ്ങാണ് ബീച്ച് കേട്ടോ. ഞങ്ങളിപ്പോ ഇത് കാണാൻ വേണ്ടി ആളുകളൊക്കെ കുറവാണ്. എനിക്ക് വയ്യ, ഈ ചെറുക്കന്റെ കാര്യം കൊണ്ട് തോറ്റു. അതുമായിട്ട് ഇടയ്ക്ക് വന്നോട്ടെ, ഒരാഴ്ച ചെയ്തു. അവിടെ ഞാൻ നിന്നില്ല, അതൊക്കെ കാണുന്നത്. അങ്ങനെ സൺസെറ്റ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പതിയെ ബീച്ചിൻ്റെ അരികിലേക്ക് പോയി. കാരണം അവിടെ പോയാലേ നമുക്ക് വെള്ളത്തിലൊക്കെ ഒന്ന് കളിക്കാൻ പറ്റത്തുള്ളൂ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിനകത്ത് കളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ബീച്ചിലേക്ക് പോയി. അപ്പം അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാം അങ്ങ് മറന്നുപോയി. ശരിക്കും എൻജോയ് ചെയ്തു. തിരമാല വരുമ്പോൾ ഓടി അതിൻ്റെ അകത്ത് ചെന്ന് അതിൻ്റെ അകത്ത് കളിക്കുകയും എടുക്കുകയും. ജെബിനും എൻ്റെ കൂടെ കൂടി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ശരിക്കും എൻജോയ് ചെയ്തു. വെള്ളത്തിനകത്ത് ഭയങ്കര കളിയായിരുന്നു. എന്താ പറയുന്നത്, പഴയ നമ്മുടെ മനസ്സിലുള്ള വേദനകളെല്ലാം മറന്ന് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു നിമിഷമാണ് ഈ കടലിനകത്ത് കളിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ തിരമാലകളൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്ത് പിന്നെ വിശപ്പിൻ്റെ വിളിയൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു. കാരണം ഞങ്ങൾ നേരത്തെ ഇറങ്ങിയില്ലേ, നിങ്ങളെ നേരത്തെ അതിന് മുമ്പുള്ള വീഡിയോ ഞാൻ ഇട്ടായിരുന്നല്ലോ. നമ്മൾ അഴീക്കൽ വരുന്നത്, ഹാർബറിൽ പോകുന്നതും കായൽത്തീരത്ത് നിൽക്കുന്നതൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഓർത്തോണം എത്ര മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴത്തേനെ വിശപ്പ് തുടങ്ങി. ചായ പോലും ഞങ്ങൾ കുടിച്ചിട്ടില്ല. ഈ ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് നടന്നു. അപ്പോൾ ഇനിയിപ്പം പതിയെ വിശപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ പതിയെ ഇവിടെ വിടാൻ പോവുക കേട്ടോ. ഇരുട്ടി തുടങ്ങി. അതുകൊണ്ട് പതിയെ ഇവിടുന്ന് പോകാനുള്ള സമയമായി. അപ്പം എന്നാലും എന്താ പറയുന്നത്, പോകാനൊട്ടും മനസ്സും വരുന്നില്ല. വിശക്കുന്നത് കൊണ്ടാണ് പോകാമെന്ന് വെച്ചത്. അപ്പം ഇതുവരെയും സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് എല്ലാം കാണണം കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണണം. വിശപ്പിൻ്റെ വിളി ഭയങ്കരമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്താ പറയുന്നത്, ഇനി പതിയെ ഇവിടെ വിട്ടേ പറ്റത്തുള്ളൂ. ഇനി എനിക്ക് പിടിച്ച് നിൽക്കാൻ വയ്യ. എനിക്ക് തോന്നുന്നു ജെബിനും ബ്രദറിനും ഒക്കെ വിശപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബ്രദറാണെങ്കിൽ വല്ലാതൊക്കെ നിൽക്കുന്നു. അവൻ ടയേർഡാണ്. കാരണം ഇത്രയും സമയമൊന്നും അവനങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതല്ല. കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേനെ വീട്ടിൽ പോകാമെന്ന് പലതവണ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ വീട്ടിൽ പോകാൻ പോവുകയാണ്. അപ്പം വിശപ്പ് സഹിക്കാൻ വയ്യ. ഇനി നല്ല ഏതെങ്കിലും ഒരു ഹോട്ടലോ തട്ടുകടയോ തപ്പണം. അപ്പം നോക്കട്ടെ. ഞങ്ങളങ്ങനെ തപ്പി താണ്ട് അഴീക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒരു ഹോട്ടൽ കണ്ടു, ഒരു ചെറിയ ഹോട്ടൽ, പക്ഷേ നല്ല ഹൈജീനാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അപ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള പരുവത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇവരെല്ലാം പൊറോട്ട പ്രിയരാണ്. അപ്പം ജെബിനും ലിജുവും എൻ്റെ ബ്രദറും പൊറോട്ട ഓർഡർ ചെയ്തപ്പം പിന്നെ ഞാൻ മാത്രമായിട്ട് എങ്ങനെ വേണ്ടെന്നൊക്കെ അതുകൊണ്ട് ഞാനും ഓർഡർ ചെയ്തു. പക്ഷേ ജെബിന് നോയമ്പായതുകൊണ്ട് ജെബിന് വെജാണ്. അതുകൊണ്ട് അവന് സാമ്പാറും ഞങ്ങൾക്ക് ചിക്കൻ ഫ്രൈയും ബീഫ് കറിയും മേടിച്ചു.
പക്ഷേ കൊച്ചിനങ്ങോട്ട് സാമ്പാർ അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, അവനങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഓക്കെ, അത് പോട്ടെ, സാരമില്ല. അപ്പം ഞങ്ങളങ്ങനെ എല്ലാം കഴിഞ്ഞ് രാത്രിയായപ്പം വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിലെത്തി. ഇനി എങ്ങനെയെങ്കിലും കുളിച്ചിട്ട് കയറി കിടന്നുറങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടാണ് എത്തിയത്. ഇനി എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ചിലപ്പം ഞങ്ങൾ സംസാരിച്ചങ്ങനെ ഇരിക്കും, എന്തായാലും ഭക്ഷണം കഴിക്കുന്ന പരിപാടി വേണ്ടല്ലോ, അത്രയും രക്ഷപ്പെട്ടു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ, മറന്നു പോകരുതേ. ഇനി അടുത്ത വീഡിയോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.